പേഷ്യന്റ് അബ്ദുള്ള എന്ന കുമ്പളയിൽ താമസിക്കുന്ന ആള്. അയാൾക്ക് കിഡ്നിയിലൊരു അസുഖമാണ്, ക്രോണിക് ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കിഡ്നി ചുരുങ്ങുന്ന ഒരു അസുഖമാണ്. പിന്നെ ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് കിഡ്നി മാറ്റിവെക്കലുള്ളത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. KF ഇക്ബാലാണ്. സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. ആകാശത്ത് ചുവപ്പ് വീണു തുടങ്ങുന്നു. കടൽക്കാറ്റ് വല്ലാതെ ശക്തിയിൽ അടിക്കുന്നു. ചുറ്റും ഇരുട്ടും തണുപ്പും പടരുന്നു. ആ കടൽക്കരയിൽ അയാൾ മാത്രം തികച്ചും വന്യമായ ശൂന്യതയിൽ മരണമെന്ന സത്യത്തെ താലോലിക്കുകയാണ്. പ്രതീക്ഷകൾ അസ്തമിച്ചവന് സ്വന്തം നിഴൽ പോലും കൂടെയില്ലെന്ന തോന്നലിൽ അയാൾ ഇനി എന്താണ് ചെയ്യുക? ആയുസിന്റെ ചക്രം കറങ്ങി അവസാനിക്കാറാകുമ്പോൾ, ചില ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മകളും ബാക്കിയാകുമ്പോൾ, അതെല്ലാം ഇവിടെ വിട്ടിട്ട് കറക്കം തീരുമ്പോൾ നമ്മളൊക്കെ തിരികെ പോകേണ്ടവരില്ലേ എന്ന ആശ്വാസം മാത്രമാണ് അയാൾക്കിന്നുള്ള ഏക സംതൃപ്തി. ഒരു ദിനപത്രത്തിന്റെ പേരിൽ കാരവൽ അബ്ദുല്ല എന്ന പേരിൽ നാടുനീളെ അറിയപ്പെടുമ്പോഴും, കഴിഞ്ഞ 23 വർഷക്കാലം ഒരു നാടിന്റെ നാഡീ സ്പന്ദനമാകുമ്പോഴും അയാൾ അറിഞ്ഞിരുന്നില്ല തന്റെ ആയുസിന്റെ ദൈർഘ്യത്തിന് കരിനിഴൽ പടർത്തുന്ന രോഗം തന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നോ. കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഭാസ്കര നഗറിലെ AK മൻസിലിൽ പരേതനായ അബൂബക്കർ ആസ്യമ്മ ദമ്പതികളുടെ ഏകമകൻ കാരവൽ അബ്ദുല്ല എന്ന അബ്ദുൽ ലത്തീഫ് എന്ന 48 വയസ്സുകാരനാണ് ഇരുവൃക്കകളും തകർന്ന് മരണത്തെ മുഖാമുഖം കാണുന്നത്. 8 വർഷം മുമ്പാണ് ക്രോണിക് ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് എന്ന വൃക്ക ചുരുങ്ങുന്ന അസുഖം അബ്ദുല്ലയ്ക്ക് പിടിപെട്ടത്. 8 വർഷം മുമ്പ് കുമ്പളയിലെ ഡോക്ടർ അബ്ദുൽ ഹമീദാണ് അബ്ദുല്ലയുടെ അസുഖം കണ്ടുപിടിച്ചത്. പിന്നീട് എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ ഡോക്ടർ എബി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ മെഡിക്കൽ ടീം അബ്ദുല്ലയെ പരിശോധിച്ചു. അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ മാത്രം ചെയ്യാവുന്ന ഒരു സർജറി എന്ന നിലയിൽ ഡോക്ടർമാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ശസ്ത്രക്രിയയെ കാണുന്നത്. പിത്തസഞ്ചിയിൽ വളരുന്ന കല്ലുകൾ നീക്കം ചെയ്ത് 4 ഡയാലിസിസുകൾ ചെയ്തതിനു ശേഷം മാത്രമേ വൃക്കകൾ മാറ്റിവെക്കുന്ന അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ ഡോക്ടർമാർ ചെയ്യുകയുള്ളൂ. സർജറിക്ക് തടസ്സമായി മഞ്ഞപ്പിത്തം കൂടി വന്നതോടെ എറണാകുളം ലേക്ക് ഷോറിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അബ്ദുല്ലയെ. 35 ലക്ഷത്തിലധികം ചെലവ് വരുന്ന ഈ സർജറി അടിയന്തരമായി നടത്താൻ ഡോക്ടർമാർ പറയുമ്പോഴും സാമ്പത്തികമാണ് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇത്ര സങ്കീർണമായ അവസ്ഥയിലും ടൗണിലും തന്റെ ദിനചര്യകളിലും ഒരു മുടക്കവും വരാതെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ജീവിച്ചു കാണിക്കുന്ന ഈ മാധ്യമപ്രവർത്തകൻ തന്റെ തൊഴിൽ പോലെ ആത്മധൈര്യം ഒട്ടും ചോർന്നിട്ടില്ലാത്ത ഒരു മനുഷ്യനെ പോലെ ജീവിക്കുകയാണ് സമൂഹത്തിൽ. ചുറ്റിലുമുള്ള മനുഷ്യരൊക്കെ പിരിഞ്ഞുപോയി. ചിരികൾ അവസാനിച്ചു. ചേർത്ത് പിടിക്കലുകളും അവസാനിക്കുമോ? അയാൾ തിരിച്ചറിയുകയാണ്. കൂടെ നിൽക്കുന്നവരെ, കരുതലോടെ തലോടുന്നവരെ, മനസ്സിലാക്കുന്നവരെ, ചേർത്ത് പിടിക്കുന്നവരെ, കൂടെപ്പിറപ്പിനെ പോലെ കണ്ണിമ ചിമ്മാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ. ഒരു തിരിച്ചുവരവിനായി അബ്ദുല്ല മുട്ടാത്ത വാതിലുകളില്ല. സഹായിക്കാനും ഷെയർ ചെയ്യാനും നമ്മൾ ഒന്നൊരുമ്പെട്ടാൽ അയാൾ ഈ നാടിന് ജ്വലിക്കുന്ന താരകമായി പ്രകാശിക്കുക തന്നെ ചെയ്യും. അക്ഷരങ്ങൾ കൊണ്ട് സാധാരണക്കാരന്റെ ശബ്ദമായി പ്രതിധ്വനിക്കുക തന്നെ ചെയ്യും. എല്ലാറ്റിനും അയാൾക്ക് ജീവനാണ് വേണ്ടത്, ഒപ്പം ജീവിതവും. നമുക്കല്ലാതെ ആർക്ക് കഴിയും ചേർത്ത് പിടിക്കാൻ? ഷെയർ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം KF ഇക്ബാൽ.